ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 225 പ്ലസ് 335 പ്ലസ് 412 പ്ലസ് 22.5. കണ്ടല്ലോ, ഉത്തരം എത്രയാണെന്ന് ഫോൺ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഏതു ഭാഷയിലായാലും നിങ്ങൾക്ക് കണക്ക് കൂട്ടേണ്ട സംഖ്യ കൂട്ടാനായാലും കുറക്കാനായാലും ഫോണോട് പറഞ്ഞാൽ മതി. ഫോൺ വളരെ കൃത്യമായിട്ട് ആ കണക്ക് കൂട്ടി നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ശബ്ദം കൊണ്ട് കണക്ക് കൂട്ടാൻ സഹായിക്കുന്ന 2 ആപ്ലിക്കേഷൻ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ്യത്തെ ആപ്ലിക്കേഷനിൽ മലയാളം സപ്പോർട്ടാണ്, രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ മലയാളം സപ്പോർട്ടല്ല. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ കാൽക്കുലേറ്റർ ലിങ്ക് 1, കാൽക്കുലേറ്റർ ലിങ്ക് 2 എന്ന 2 ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ഏത് കാൽക്കുലേറ്ററാണ് ഞാൻ കാണിച്ചു തരുമ്പോൾ ഇഷ്ടപ്പെടുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആദ്യത്തെ ലിങ്കിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മലയാളം സപ്പോർട്ടുള്ള ഇതുപോലൊരു കാൽക്കുലേറ്ററാണ് ലഭിക്കുക. അപ്പോൾ ആദ്യം വോയിസ് കാൽക്കുലേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ മൈക്രോഫോൺ പെർമിഷൻ കൊടുക്കണം. അതിനായിട്ട് ഇവിടെ മൈക്രോഫോണിൻ്റെ ഒരു ചിഹ്നം കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പെർമിഷൻ അലോ കൊടുക്കേണ്ട ഓപ്ഷൻ വരും. അലോ കൊടുക്കുക. പിന്നെ നിങ്ങൾ സ്ക്രീനിൽ ഇടത് നിന്ന് വലത്തേക്ക് ഇതുപോലെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ റെക്കഗ്നൈസേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. ഇങ്ങ് താഴെയായിട്ട് നിങ്ങൾക്ക് മലയാളം കാണാം. ജസ്റ്റ് ഒന്ന് മലയാളം സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കണക്ക് കൂട്ടേണ്ട കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. പിന്നെ പ്ലസ് മൈനസ് എന്നുള്ളതൊക്കെ ഇംഗ്ലീഷിൽ പറയണം. അക്കങ്ങൾ മാത്രമേ മലയാളത്തിൽ പറയാൻ പാടുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 444 പ്ലസ് 555 പ്ലസ് 666. ഞാൻ പറഞ്ഞ കണക്കുകൾ വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്പർ മാത്രമേ മലയാളത്തിൽ പറയാൻ പാടുള്ളൂ. പ്ലസ് മൈനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറയണമെന്നേ ഉള്ളൂ. പിന്നെ മലയാളം സപ്പോർട്ടുള്ള ഈ ആപ്ലിക്കേഷൻ്റെ പ്രശ്നം എന്തെന്നാൽ നമ്മൾ പറയുന്ന കണക്കുകൾ തത്സമയം എഴുതി കാണിക്കില്ല. എങ്കിലും കണക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എത്രയാണ് നമ്മൾ പറഞ്ഞ കണക്കുകളൊക്കെ എഴുതി കാണിക്കും. എന്നാൽ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ കണക്കുകൾ പറയുമ്പോൾ തന്നെ എന്താണ് പറയുന്ന നമ്പർ തത്സമയം എഴുതി കാണിക്കും. അതുപോലെ തന്നെ ടോട്ടൽ എത്രയാണെന്ന് അത് ഇംഗ്ലീഷിൽ പറഞ്ഞു തരികയും ചെയ്യും. പക്ഷേ രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ മലയാളം സപ്പോർട്ടല്ല, പൂർണ്ണമായിട്ട് ഇംഗ്ലീഷിൽ തന്നെ പറയണം. ഇത് രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈക്രോഫോണിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മൈക്രോഫോണിൻ്റെ പെർമിഷൻ ചോദിക്കും. അലോ കൊടുക്കാം. പിന്നെ ഇതിന് കീബോർഡൊന്നുമില്ല. നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് കണക്ക് ഇത് കണ്ടിന്യൂ പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ മതി. ഇംഗ്ലീഷിൽ പറയണമെന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഒന്നിച്ച് പറയാം, അല്ലെങ്കിൽ ഓരോ നമ്പറായിട്ടൊക്കെ പറയാം. ഇപ്പോൾ 225 എന്ന് പറയാം, അല്ലെങ്കിൽ 225 പ്ലസ്. ഈ പ്ലസും മൈനസും എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ പറയണമെന്നേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കണക്കെന്നത് കാൽക്കുലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ മറുപടിയായിട്ട് പറഞ്ഞു തരികയും ചെയ്യും. അപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 999 പ്ലസ് 444 പ്ലസ് 886 പ്ലസ് 995. The result is 3,324. ഓക്കെ, ഒരുപാട് കണക്ക് കൂട്ടാനും കുറക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മൊബൈൽ ഫോണിനോട് പറഞ്ഞാൽ തന്നെ ഇതുപോലെ കണക്ക് കൂട്ടി തരുന്നതാണ്. അപ്പോൾ 2 ആപ്ലിക്കേഷനുകളിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.